ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നാപയോഹന്നാൻ്റെ മരണത്തിനു ശേഷം യേശു ഗലീലക്കടലിനക്കരെയുള്ള ഒരു വിജനമായ ദേശത്തേക്ക് പോകുകയാണ്. സ്നാപയോഹന്നാൻ്റെ മരണം വളരെ ക്രൂരമായിരുന്നു, ദയാരഹിതമായിരുന്നു. അനീതിയുടെ ലോകമാണ് ആ ദൈവപുരുഷൻ്റെ തലയറുത്ത് മാറ്റിയത്. മാനുഷികമായിട്ട് കർത്താവിൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ടായിരുന്നു. ആ വിജനമായ സ്ഥലത്ത് യേശു പോകുമ്പോൾ യേശുവിൽ നിന്നും അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും വിടുതലും പ്രാപിക്കുവാനായിട്ട് ഒരു വലിയ ജനക്കൂട്ടം യേശുവിനെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. യേശു ഗലീലക്കടലിനക്കരെയുള്ള ആ വിജനദേശത്ത് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ധാരാളം ആൾക്കാർ അവിടേക്ക് വരികയാണ്. ഏകദേശം 5000-ലധികം പുരുഷന്മാർ, അതിൽ കൂടുതൽ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ഒരു 20,000-ലധികം ആൾക്കാർ ഒന്നിച്ചവിടെ കൂടുകയാണ്. അവരിലെ രോഗികളെയും അവരുടെ ആത്മീക ദാഹത്തെയും എല്ലാം കണ്ടപ്പോൾ യേശു തൻ്റെ സ്വകാര്യ ദുഃഖം മറന്ന് അവരിലുള്ള രോഗികളിൽ മനസ്സലിഞ്ഞവരെ സൗഖ്യമാക്കുകയും അവരോട് ദൈവിക സന്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. സമയം പോയതറിഞ്ഞില്ല. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. വിജനമായ സ്ഥലമാണ്. ശിഷ്യന്മാർക്ക് ആകപ്പാടെ ഒരു പ്രയാസമായി. കാരണം യേശു ഇനിയും ശുശ്രൂഷ തുടങ്ങിയാൽ ഈ ജനം വിശന്നിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തങ്ങളുടെ പക്കലൊന്നുമില്ല. ആകയാൽ ഈ യോഗം പിരിച്ചുവിട്ടാൽ അവരവരുടെ വീടുകളിൽ പൊയ്ക്കൊള്ളും, അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളും, അവിടെ വിശ്രമിച്ചുകൊള്ളും. ഈ ചിന്തയിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് പറയുകയാണ്, കർത്താവേ, സമയം സന്ധ്യയാകുകയാണ്. ഇത് വിജനമായ സ്ഥലമാണ്. ഇവിടെ കടകളും കമ്പോളങ്ങളൊന്നുമില്ല. ഈ ജനം വളരെ സമയമായിട്ട് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ പക്കലൊന്നുമില്ല. അതുകൊണ്ട് അവരെ പിരിച്ചുവിടണം, ഈ യോഗം പിരിച്ചുവിടണം. അവരവരുടെ വീടുകളിൽ പോട്ടെ, അവർ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കട്ടെ. യേശു പറയുകയാണ്, ഇവരെ ഇങ്ങനെ പിരിച്ചുവിടാനൊക്കെയല്ല. പോയാൽ അവർ വഴിയിൽ തളർന്നു പോകുമെന്ന് എനിക്കറിയാം. അവരുടെ ശരീരാവസ്ഥ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ ഇവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമൊന്നുമില്ല. ഉള്ള പണം കൊണ്ട് നമ്മൾ അപ്പം വാങ്ങിയാലും ഇവർക്കൊന്നും കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല, അത് തികഞ്ഞു പറ്റുകയില്ല. പിന്നെ ഇവിടെയുള്ളത് ഒരു ബാലകൻ്റെ കയ്യിലെ 5 അപ്പവും 2 മീനുമാണ്. ഈ 5000 പുരുഷന്മാർക്ക് ഈ 5 അപ്പവും 2 മീനും എന്ത് പ്രയോജനം ചെയ്യും? യേശു പറഞ്ഞ് അതിങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. ബാലകനത് കൊടുക്കാൻ തയ്യാറായി. ശിഷ്യന്മാർ അത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. യേശു സ്വർഗത്തിലേക്ക് നോക്കി സ്തോത്രങ്ങൾ അർപ്പിച്ചിട്ട് അപ്പം നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, അത് വർദ്ധിക്കാനായി തുടങ്ങി. അവിടെ കൂടിയിരുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ച് ശേഷിച്ച കഷ്ണം 12 കുട്ടകളിൽ നിറച്ചെടുക്കുവാൻ ഇടയായി. ആ സംഭവ ചരിത്രം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13 മുതലുള്ള വേദഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ സ്ഥലത്തേക്ക് വേറിട്ട് പോയി. പുരുഷാരം അത് കേട്ടിട്ട് പട്ടണത്തിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. വാക്യം 14. അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. വാക്യം 16. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങളവർക്ക് ഭക്ഷണം കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. വാക്യം 18. അതിങ്ങ് കൊണ്ടുവരുവീനെന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരുപ്പാൻ കൽപ്പിച്ചു. 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു. വാക്യം 21. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു.
ഈ സംഭവ ചരിത്രത്തിൽ നിന്ന് അനവധി പാഠങ്ങൾ, അനവധി സന്ദേശങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായി കഴിയും. അതുകൊണ്ടാണല്ലോ ഈ സംഭവ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. സ്നാപക യോഹന്നാൻ്റെ അതിദാരുണമായ മരണം യേശുവിനെ ഒരു വിജന സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. പക്ഷേ ആ വിജന സ്ഥലത്ത് ഒരു പബ്ലിസിറ്റിയും കൂടാതെ ഏകദേശം 20,000-ലധികം ആൾക്കാർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ഇന്ന് ജനത്തെ കൂട്ടുവാനായിട്ട് മനുഷ്യൻ പല തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സമസ്ത മേഖലകളിലും ആ തന്ത്രങ്ങൾ ദൃശ്യമാണ്. എന്നാൽ യേശുവിൻ്റെ ആകർഷണശക്തി അങ്ങനെയൊന്നും ആയിരുന്നില്ല. അങ്ങനെയുള്ള തന്ത്രങ്ങളൊന്നും യേശു ഉപയോഗിച്ചില്ല. അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇഫ് ഐ ബി ലിഫ്റ്റഡ് അപ്പ് ഓൾ വിൽ ബി ഡ്രോൺ അൺടു മൈസെൽഫ്. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. താൻ ക്രൂശിക്കപ്പെട്ടാൽ, താൻ ഉയർത്തെഴുന്നേറ്റാൽ, താൻ സ്വർഗത്തിലേക്ക് കടന്നു പോയാൽ, താൻ ഉയർത്താൽ സകലരും തന്നിലേക്ക് ആകർഷിക്കപ്പെടും. യേശു അന്നും ഇന്നും ഒരു ആകർഷണ പുരുഷനാണ്. തൻ്റെ വിശുദ്ധി ആരെയും തന്നിലേക്ക് ആകർഷിക്കുന്നതാണ്. തൻ്റെ ഉപദേശം ആരെയും തന്നിലേക്ക് ആകർഷിക്കുന്നതാണ്. തൻ്റെ സ്നേഹം, തൻ്റെ കരുണ, തൻ്റെ ദയ, തൻ്റെ അത്ഭുത പ്രവൃത്തികൾ എല്ലാം ജനങ്ങളെ യേശുവിലേക്ക് ആകർഷിക്കുന്നതാണ്. കഴിഞ്ഞ 2000 വർഷമായിട്ട് യേശുവിനെ ജനകോടികൾ അനുഗമിക്കുന്നതിൻ്റെ രഹസ്യവും അതുതന്നെയാണ്. യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, അടുക്കേണ്ടതുപോലെ അടുത്താൽ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ പിന്നെ ഒരിക്കലും ഒരു കാരണത്താലും യേശുവിനെ വിട്ടു പോകുവാൻ നമുക്ക് തോന്നുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ ചോദിക്കുന്നത്, മരണത്തിനോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഉയരത്തിലുള്ളതിനോ ആഴത്തിലുള്ളതിനോ ലോകത്തിലുള്ള എന്തെങ്കിലും കാരണത്താലോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല, നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് പ്രസ്താവിക്കുവാൻ കാരണം അതാണ്. ഈ 5000 പുരുഷന്മാർ അവിടെ കൂടി വന്നപ്പോൾ കർത്താവ് തൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ മറക്കുകയാണ്. അവരിലുള്ള രോഗികളെ കണ്ടപ്പോൾ, അവരിലുള്ള വിശക്കുന്നവരെ കണ്ടപ്പോൾ, അവരിലുള്ള ആത്മീക ദാഹം കണ്ടപ്പോൾ കർത്താവ് എല്ലാം മറന്ന് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അവരോട് പറയുകയാണ്. പ്രിയ സ്നേഹിത, ആരും നിന്നോട് കരുണ കാണിക്കാതെ ഇരിക്കുന്നുണ്ടോ? പ്രിയ സ്നേഹിത, കരുണയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരാളാണോ നീ? പ്രിയ സഹോദരി, ആത്മീക സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരാളാണോ നീ? രോഗത്തിൻ്റെ പിടിയിലമർന്ന് എങ്ങനെങ്കിലും ഒരു സൗഖ്യം ലഭിക്കണമെന്ന് കൊതിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? സാത്താന്യ ബാധകളാൽ പിടിക്കപ്പെട്ട് രക്ഷപ്പെടുവാൻ കഴിയാതെ ഉറക്കമില്ലാതെ കുഴയുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിൻ്റെ അടുക്കലേക്ക് വരൂ. പണമൊന്നും കൊടുക്കണ്ട. അവൻ നിങ്ങളുടെ ജാതി ചോദിക്കുകയില്ല, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുകയില്ല, നേർച്ചയും കാഴ്ചയും ഒന്നും അവന് വേണ്ട. നിങ്ങളുടെ ഒന്നും യേശുവിന് ആവശ്യമില്ല. പക്ഷേ യേശുവിന് നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയും, രക്ഷ തരാൻ കഴിയും, നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ കഴിയും, നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. നിങ്ങളെ സ്നേഹിക്കുന്നവനാണ് യേശു, നിങ്ങളോട് മനസ്സിലുള്ളവനാണ് യേശു എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. അവനെ ഒരു അന്യനായിട്ട്, അവനെ ഒരു വിദേശിയായിട്ട്, മറ്റാരോ ആയിട്ട് കാണുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. നീ ശ്വസിക്കുന്ന വായു, നീ കുടിക്കുന്ന ജലവും, നീ നിൽക്കുന്ന ഭൂമിയും സൃഷ്ടിച്ച സർവേശ്വരനായ ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് യേശു. ആകയാൽ ആ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നതിൽ മടിക്കൊന്നും വേണ്ട. നമുക്ക് ഈ സംഭവ കഥയിലേക്ക് മടങ്ങി വരാം. സൂര്യൻ അസ്തമിക്കുവാൻ തുടങ്ങുകയാണ്. വിജനമായ സ്ഥലമാണ്. ശിഷ്യന്മാർ വലിയ ആലോചനയിലാണ്. തങ്ങളുടെ കയ്യിലെ പണം കൊടുത്ത് അപ്പം വാങ്ങിയാൽ ഇവരിൽ 100,000 ആൾക്കാർക്ക് പോലും കൊടുക്കുവാനായി കഴിയില്ല. എന്തു ചെയ്യും? പിന്നെയുള്ളത് ഒരു ബാലകനാണ്. അവൻ്റെ കയ്യിൽ ആകപ്പാടെ 5 അപ്പവും 2 മീനുമേ ഉള്ളൂ. ഇവിടെ 5000 പുരുഷന്മാർ തന്നെയുണ്ട്. യേശു ആണെങ്കിൽ പ്രസംഗം നിർത്തുന്നില്ല. ഇവർ
ഭക്ഷണം ചോദിച്ചാൽ നമ്മൾ എവിടെ കൊടുക്കും? അതുകൊണ്ട് അവരിങ്ങനെ ആലോചിച്ചിട്ട് അവരിങ്ങനെ ചിന്തിച്ചു, നമുക്കൊരു കാര്യം പറയാം, യോഗം പിരിച്ചുവിടാൻ യേശുവിനോട് ആവശ്യപ്പെടാം, അപ്പോൾ ഈ പ്രശ്നം തീരും. അങ്ങനെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കലേക്ക് എന്ന് പറയുകയാണ്, കർത്താവേ, സമയം സന്ധ്യയായി, ഇവിടെ വിജനമായ സ്ഥലമാണ്, അതുകൊണ്ട് ജനത്തെ പിരിച്ചുവിടണം, അവർ വീട്ടിൽ പോകട്ടെ, അവർ ഭക്ഷണം കഴിക്കട്ടെ, അവർ വിശ്രമിക്കട്ടെ. ജനത്തോട് വലിയ കാരുണ്യവും ദയയും ഒക്കെ ഉള്ളവരായിട്ടാണ് ശിഷ്യന്മാരിപ്പോൾ പറയുന്നത്. പക്ഷേ യേശു അവരോട് പറയുകയാണ്, ഇപ്പോൾ അവരെ പിരിച്ചുവിടരുത്. പിരിച്ചുവിട്ടാൽ അവർ വഴിയിൽ ക്ഷീണിച്ച് തളർന്നു പോകും. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം വിടാൻ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പ്രശ്നം പരിഹരിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. അതിനുവേണ്ടി നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നവരാണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ, നമുക്ക് വലിയ ചിലവൊന്നും ഉണ്ടാകാതെ, സ്നേഹം പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുവാൻ വലിയ മിടുക്കരാണ് നമ്മൾ. പക്ഷേ കർത്താവ് ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മളിൽ തന്നെ ആ ദൗത്യം ഏൽപ്പിക്കും. ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, അവരെ പിരിച്ചൊന്നും വിടണ്ട, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അവർ പറയുകയാണ്, എൻ്റെ കർത്താവേ, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പമേ ഉണ്ട്, 2 മീനുമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. കർത്താവ് പറഞ്ഞു, അത് മതി, നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ, ഒരു ബാലകൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞ, അത് മതി, ആ സമ്മതം മതി. ഇല്ല എന്ന് ഒന്ന് സമ്മതിക്കാനും, കൊച്ചു ബാലകനാണെങ്കിലും ആരുടെയും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് ഒരു അംഗീകരിക്കാനുമുള്ള ഒരു തലക്കനം നിങ്ങൾക്കില്ലെങ്കിൽ അത് ധാരാളം മതി എൻ്റെ അത്ഭുതത്തിന്. എനിക്ക് നിങ്ങൾക്കും പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കഴിഞ്ഞത് വരികയില്ല. അത് സാമ്പത്തിക പ്രശ്നമാണെങ്കിലും, അത് ആത്മീയ പ്രശ്നമാണെങ്കിലും, അത് രാഷ്ട്രീയ പ്രശ്നമാണെങ്കിലും, അത് മതപരമായ പ്രശ്നമാണെങ്കിലും, അത് കോടതി സംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിലും, പല പ്രശ്നങ്ങളും എനിക്ക് നിങ്ങൾക്കും പരിഹരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പരിഹരിക്കാൻ കഴിവുള്ളവനാണ് യേശു. അതിനുള്ള സാധ്യത നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾ വളരെ കൊച്ചു ബാലകനാണ് എന്ന് ചിന്തിക്കുന്നവരുടെ ചില കരങ്ങളിലുണ്ടാവും. അതൊന്ന് സ്വീകരിക്കാനുള്ള വിനയവും അതൊന്ന് കൊണ്ടുകൊടുക്കാനുള്ള താഴ്മയും നിങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒരത്ഭുതം തന്നെ പ്രവർത്തിക്കും. മത്തായി ഈ ചരിത്രം എഴുതി വരുമ്പോൾ അവിടെ കൂടിയ പുരുഷാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, 5000 പുരുഷന്മാർ. പക്ഷേ അതുമാത്രമല്ല അദ്ദേഹം പറയുന്നത്, 5000 പുരുഷന്മാരെ കൂടാതെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. പുരുഷന്മാരുടെ കണക്ക് മാത്രമേ ഇവിടെ നമുക്ക് കാണുവാനായി കഴിയുള്ളൂ. സ്ത്രീയുടെയും കുഞ്ഞുങ്ങളുടെയും കണക്ക് ഇവിടെ എഴുതിയിട്ടില്ല. ജൂതന്മാരുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമൊന്നും അത്ര വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എണ്ണത്തിൽ പെടുത്തത്തക്ക നിലയിലുള്ള പ്രാധാന്യമൊന്നും ആ കാലങ്ങളിൽ അവർ കൊടുക്കുകയില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കണം, അങ്ങനെ എഴുത്തുകാരൻ പേര് പറയാതെ എഴുതിത്തള്ളിയ ഒരു സ്ത്രീ ഉണ്ടാക്കിയ അപ്പവും മീനും, എഴുത്തുകാരൻ പേര് പറയാതെ എഴുതിത്തള്ളിയ ഒരു ബാലകൻ അതിവിടെ കൊണ്ടുവന്നപ്പോഴാണ് അത്ഭുതം നടന്നെന്നുള്ള കാര്യം മറക്കരുത്. അനേകർ തൃപ്തിപ്പെടുവാനും അതൊരു ചരിത്രമാകുവാനും കാരണമായെന്നുള്ള കാര്യം മറക്കരുത്. മനുഷ്യർ എഴുതിത്തള്ളിയൊരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾ സമൂഹത്തിൽ, കുടുംബത്തിൽ, സഭയിൽ വലിയ പ്രധാനമുള്ള വ്യക്തി അല്ലായിരിക്കാം. നിങ്ങളുടെ പേരുകൾ അവിടെ നിന്നും എഴുതി വച്ചിട്ടുണ്ടാകുകയില്ല, നിങ്ങളുടെ മകൻ്റെയും. പക്ഷേ ആരെല്ലാം എഴുതിത്തള്ളിയാലും, ആർക്കെല്ലാം നിങ്ങൾ ചെറുതാണെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നിങ്ങളെ ദൈവത്തിന് ഒരത്ഭുത വിഷയമാക്കാൻ കഴിയും. നിങ്ങളുടെ മകനെ ദൈവത്തിന് ഒരത്ഭുത വിഷയമാക്കാൻ കഴിയും. അവൻ്റെ കരങ്ങളിൽ എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്, എന്തുമായിട്ടാണ് അവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് നയിക്കുന്നത് എന്ന് വളരെ പ്രധാനമാണ്. മാതാപിതാക്കളെ, ദൈവം നമുക്ക് നൽകിയ കുഞ്ഞുങ്ങളുടെ കരങ്ങളിലേക്ക്, അവരുടെ മനസ്സുകളിലേക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? പുകവലിക്കുന്ന ഒരു പിതാവ്, മദ്യപിക്കുന്ന ഒരു മാതാവ് ആ കുഞ്ഞിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അനീതിയും അക്രമവും കൊലപാതക രാഷ്ട്രീയവുമൊക്കെ നടത്തുന്ന മാതാപിതാക്കൾ അവരുടെ പിഞ്ചോമനകൾക്ക് കൊടുക്കുന്ന, അവരുടെ കരങ്ങളിലേക്ക്, മനസ്സിലേക്ക് കൊടുക്കുന്ന സന്ദേശങ്ങൾ എന്താണ്? അത് മദ്യക്കുപ്പിയായിട്ടും കഠാരയായിട്ടും മയക്കുമരുന്നായിട്ടുമൊക്കെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തോന്നുമോ? നാളെ അവർ ലോകത്തിന്, സമൂഹത്തിന് തലവേദനയായിത്തീരുമോ?
യേശുവിൻ്റെ അടുക്കൽ, യേശുവിൻ്റെ കരങ്ങൾക്ക് എടുക്കുവാൻ കൊള്ളാവുന്ന, ശിഷ്യന്മാരുടെ കരങ്ങളിൽ കൊടുക്കുവാൻ കഴിയുന്ന എന്തെങ്കിലും ആ കുഞ്ഞിൻ്റെ കരങ്ങളിൽ കൊടുത്ത് നിങ്ങൾക്ക് വിടാനായിട്ട് കഴിയുമോ? ഈ 5 അപ്പം യവത്തപ്പമാണ്. പാവപ്പെട്ടവർ കഴിക്കുന്ന ഭക്ഷണമാണ് യവത്തപ്പം. ഓർക്കുക, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ഈ പൈതൽ ഇവിടെ വന്നിരിക്കുന്നത്. ആ യവത്തപ്പത്തിന് ലോകത്തിൻ്റെ കണ്ണിൽ വലിയ വിലയും വലിയ ടേസ്റ്റൊന്നുമില്ല. പക്ഷേ യേശുവിൻ്റെ കരങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ അത് എല്ലാവർക്കും തൃപ്തിയാകുന്ന രുചികരമായ ഭക്ഷണമായി മാറും. അത് ജനങ്ങളെ സംതൃപ്തിയിലേക്ക് നയിക്കും. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് അത്ഭുത വിഷയമാക്കാനായിട്ട് കഴിയും, അതിശയ വിഷയമാക്കാനായിട്ട് കഴിയും. ആർക്കും മറക്കുവാൻ കഴിയാത്ത ചരിത്രത്തിന് കാരണമാക്കാൻ കഴിയും. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടണം. വെറുതെ വിടരുത്. അവരുടെ കരങ്ങളിൽ, ശിഷ്യന്മാർക്ക് കരങ്ങളിലേന്തുവാൻ, യേശുവിൻ്റെ കരങ്ങളിൽ അത് കൊടുക്കുവാൻ, ജനത്തിന് പ്രയോജനമാകുന്ന എന്തെങ്കിലുമൊക്കെ അവരുടെ കരങ്ങളിൽ, അവരുടെ മനസ്സുകളിൽ, അവരുടെ പോക്കറ്റിലൊക്കെ കൊടുത്തു വേണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിടുവാനായിട്ട്. ഇവിടെ 20,000-ലധികം ആൾക്കാരുടെ ഇടയിൽ അന്ത്രയോസാണ് ഈ ബാലകനെ കണ്ടെത്തുന്നതും അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നതും. 20,000-ലധികം ജനങ്ങൾ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, 5000-ഓളം പുരുഷന്മാർ ഒക്കെയുള്ള ഒരു ജനസമൂഹത്തിൽ ഒരു ബാലകനെ കണ്ടെത്തിയ ആ ശിഷ്യൻ്റെ കണ്ണ് ഇവനൊരു അത്ഭുത വിഷയമാകും. ഇവൻ്റെ കയ്യിലിരിക്കുന്ന ഈ അപ്പവും മീനും യേശുവിൻ്റെ അടുക്കലെത്തിയാൽ അത് അതിശയമാകും. ആയിരങ്ങൾക്ക് അത് തൃപ്തിയാകുമെന്ന് കാണുവാനുള്ള കണ്ണ് അന്ത്രയോസിനുണ്ടായിരുന്നു. അവിടെ കൂടിയ മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന, സമൂഹത്തിന് പ്രയോജനമുള്ള ചില വ്യക്തികൾ പുരുഷാരങ്ങളുടെ ഇടയിലുണ്ട്, സ്ത്രീകളുടെ ഇടയിലുണ്ട്, കുഞ്ഞുങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ വണ്ണവും പൊക്കവും സൗന്ദര്യവും ധനവും കുടുംബ മഹിമയൊന്നും നോക്കാതെ യേശുവിന് ഉപയോഗിക്കാൻ കഴിയുന്നവരെ കണ്ടെത്താനായിട്ടുള്ള കണ്ണുകൾ, ആത്മാവിൻ്റെ കണ്ണുകൾ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അങ്ങനെയുള്ള അനേക ബാലകന്മാർ നമ്മളുടെ ഭരണതലത്തിൽ വരണം, സഭാതലങ്ങളിൽ വരണം, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ രാജ്യങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെയുള്ളവർ വന്നു കഴിയുമ്പോൾ അനേകരുടെ വിശപ്പ് മാറും, ജനങ്ങൾ തൃപ്തരാകും, അവർ അത്ഭുതങ്ങളുടെ ചാനലുകളാകും. അങ്ങനെയുള്ളവരെ രംഗത്ത് കൊണ്ടുവരുവാൻ, സദസ്സിലേക്ക് കൊണ്ടുവരുവാൻ, ഭരണതലങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ, സഭാതലങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ള അന്വേഷണ ബുദ്ധി, കാഴ്ച, മനസ്സ്, വിനയം അന്ത്രയോസിനെ പോലെ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. അവൻ്റെ അമ്മ അവന് ഭക്ഷിക്കുവാൻ കൊടുത്ത ഭക്ഷണമായിരിക്കും അത്. പക്ഷേ അതവനും ഭക്ഷിച്ചില്ല. അതവൻ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കരങ്ങളിൽ കൊടുക്കുവാൻ അവന് മനസ്സുണ്ടായി. ആ ഒരു മനസ്സ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. നമ്മുടെ വിശപ്പ് മാറ്റാനായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ നൽകിയത്. നമുക്കുപയോഗിക്കുവാനുള്ളതായിരിക്കാം നമ്മുടെ കൈവശമുള്ളത്. ആരും അത് ചോദ്യം ചെയ്യുകയില്ല. പക്ഷേ അതൊക്കെ ഒന്ന് കൊടുക്കുവാനുള്ള ഒരു മനസ്സ് എനിക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ അനേകർ തൃപ്തരാകാൻ ഇടയാകും. അത് കണ്ട് സന്തോഷിക്കുവാൻ നമുക്കും ഇടയാകും. 5 അപ്പം 5000-ങ്ങൾക്ക് വേണ്ടി വർദ്ധിച്ചു വന്നപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ബാലകന് 5 അപ്പത്തേക്കാൾ കൂടുതൽ, 2 മീനിനേക്കാൾ കൂടുതൽ അവനും ഒരു ഓഹരിയായി ലഭിച്ചുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊടുക്കുന്നതിലൂടെ ആരും ഒടിഞ്ഞു പോയിട്ടില്ല. കൊടുക്കുന്നതിലൂടെ വർദ്ധിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്പമായി വിതയ്ക്കുന്നവൻ അല്പമായി കൊയ്യും, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും. അത് അനേകർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യും. ഈ കഥയിലെ ശിഷ്യന്മാരുടെ മനോഭാവം കൂടി ഞാനെന്ന് പറയട്ടെ. ഈ ബാലകൻ്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും വാങ്ങി അവർ യേശുവിൻ്റെ അടുക്കലേക്ക് നടന്നു നീങ്ങുകയാണ്. അവർക്കും വിശപ്പുണ്ട്, അവരുടെ വീട്ടിലും ആൾക്കാരുണ്ട്. അതുകൊണ്ട് അതിൽ ഒരു 2 അപ്പം മാറ്റിവെക്കാം, 1 മീൻ മാറ്റിവെക്കാം, ബാക്കി യേശുവിന് കൊടുക്കാം. ഈ തിരക്കിനിടയിൽ ആരും അറിയത്തില്ല എന്നൊക്കെ വേണമെങ്കിൽ
അവർക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ 12 ശിഷ്യന്മാർക്കും 12 കുട്ട നിറച്ച് അപ്പവും മീനുമായിട്ട് പോകുവാനായിട്ട് അവസരം ലഭിച്ചു. പ്രിയമുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ, ഭരണകർത്താക്കളെ, സാമൂഹ്യ പ്രവർത്തകരെ, മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാനായിട്ട് പലരും നമ്മുടെ കരങ്ങളിൽ പലതും ഏൽപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച് അതിലൊക്കെ കുറച്ചെടുത്ത് കട്ടെടുത്ത് ഒളിച്ചു വെച്ച് ജീവിതം സന്തോഷമാക്കാം എന്നൊന്നും ആരും കരുതണ്ട. ലോകത്തിൽ ആരും കണ്ടിട്ടില്ലെങ്കിലും ഇതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നും ഇതെല്ലാവരുടെയും മുൻപിൽ ആ സ്വർഗീയ കോടതി ഒരു നാളിൽ വെളിപ്പെടുത്തും എന്നുള്ള കാര്യം മറക്കരുത്. ഈ അപ്പമുണ്ടാക്കിയ അമ്മയും ഈ അപ്പം കൊണ്ടുവന്ന ബാലകനും അത് നൽകിയ ബാലകനുമൊക്കെ കാണുകെ നമ്മെ ഏൽപ്പിച്ച ആ അപ്പവും മീനും എത്തേണ്ടിടത്ത് എത്തിച്ചോ എന്നുള്ള കാര്യം ആ ബാലകൻ്റെയും ആ അമ്മയുടെയും ആ പുരുഷാരത്തിൻ്റെയും എല്ലാവരുടെയും മുൻപിൽ ആ ന്യായാധിപൻ ഒരു നാളിൽ വെളിപ്പെടുത്തുമെന്നുള്ള കാര്യം മറക്കരുത്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി. ഈ വചനങ്ങളൊന്നും മറക്കരുത്. ആകയാൽ ആരെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ കരങ്ങളിൽ നൽകിയാൽ അതൊന്നുപോലും എടുക്കാതെ കഴിയുമെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഇട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകണം. ഈ സംഭവത്തിലെ മറ്റൊരു കാര്യം, ഈ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. കർത്താവ് വാഴ്ത്തിയിട്ട് അപ്പം ഞുറുക്കുകയാണ് കൊടുത്തത്. എന്താണ് ഇത്? 5 അപ്പം ഉള്ളതുകൊണ്ട് മാത്രമാണോ ഈ അപ്പം ഞുറുക്കിയത്? കുറേശ്ശെ ജനങ്ങൾ എടുക്കാനായിട്ട്? അങ്ങനൊന്നുമല്ല. എല്ലാവരും ആവശ്യത്തിന് ഭക്ഷിച്ച് തൃപ്തരായി എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് 5 അപ്പമേ ഉള്ളൂ എന്ന കാരണത്താലൊന്നുമല്ല ആ ഞുറുക്കിയത്. ആ ഞുറുക്കത്തിനൊക്കെ അർത്ഥമുണ്ട്. യേശു അന്ത്യത്താഴ വേളയിൽ അപ്പമെടുത്ത് ഞുറുക്കിയിട്ട് ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞല്ലേ കർത്താവ് അപ്പം ശിഷ്യന്മാർക്ക് കൊടുത്തത്. ഇവിടെ ഈ അപ്പം കർത്താവിൻ്റെ ശരീരമൊന്നുമല്ല, ഇത് യവത്തപ്പമാണ്. ആ ബാലകൻ കൊണ്ടുവന്ന അപ്പമാണ്. അത് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ ഭക്ഷണം മാറുന്നതാണ്, അവരുടെ വിശപ്പ് മാറ്റുന്നതാണ്. എങ്കിലും അതിനെ കർത്താവ് ഞുറുക്കുകയുണ്ടായി. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരു അനുഗ്രഹമായിത്തീരുന്നതും നിങ്ങൾ വർദ്ധിക്കുന്നതും അനേകർക്ക് തൃപ്തിയായിത്തീരുന്നതിൻ്റെയും രഹസ്യം കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കരങ്ങളിൽ ആദ്യം വരണം, പിന്നീട് അത് യേശുവിൻ്റെ കരങ്ങളിൽ വരണം. യേശുവിൻ്റെ കരങ്ങളിൽ വരുമ്പോൾ അവൻ ഞുറുക്കും. ഈ ധാന്യം ഏതോ വയലേലയിൽ യവമം കൊയ്തതാണ്, മെതിച്ചതാണ്, പൊടിച്ചതാണ്, തീയിൽ വേവിച്ചതാണ്. ഇത്രയും വേദനകളിലൂടെ ഈ അപ്പം കടന്നുപോയെങ്കിലും പിന്നെയും യേശുവിൻ്റെ കരങ്ങളിൽ വന്നിട്ടും അത് ഞുറുക്കപ്പെടുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയിട്ടും കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തിട്ടും കർത്താവേ ഈ പിന്നെയും എന്നെ ഞുറുക്കുകയാണോ, എനിക്ക് ഈ വേദന സഹിക്കാൻ കഴിയുകയില്ല എന്ന് പറയുകയാണോ? എന്നാൽ സഹോദര ദൈവദാസന്മാരെ ഞാൻ പറയട്ടെ, കർത്താവാണ് ഞുറുക്കുന്നതെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. കർത്താവാണ് ഞുറുക്കുന്നതെങ്കിൽ അത് അനുഗ്രഹത്തിന് വേണ്ടിയാണ്, അത് വർധനവിക്ക് വേണ്ടിയാണ്, അത് അനേകരുടെ തൃപ്തിക്ക് വേണ്ടിയാണ്. മാത്രമല്ല അത് ചരിത്രത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു അനുഗ്രഹ സംഭവമായി രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. ഒന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ നിൻ്റെ കൃപ എനിക്ക് വേണം. നീ എന്നെ ഞുറുക്കുമ്പോൾ നിന്നെ നിന്ദിക്കാതിരിക്കാൻ, തള്ളിപ്പറയാതിരിപ്പാൻ, ഓടിപ്പോകാതിരിപ്പാൻ നിൽക്കാനുള്ള കൃപ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഈ ഞുറുക്കൽ പ്രക്രിയ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയില്ല. അതനേകർ ഭക്ഷിച്ച് തൃപ്തരായി കഴിയുമ്പോൾ, അതിനൊരു ശേഷിപ്പുണ്ടാകുമ്പോൾ, അതിനൊരു ചരിത്രമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തുള്ളിച്ചാടി ആനന്ദിക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല വർധനവിൻ്റെ ഒരു രഹസ്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അമ്മ ബാലകൻ്റെ കയ്യിലേക്കും ആ ബാലകൻ ശിഷ്യന്മാരുടെ കയ്യിലേക്കും ശിഷ്യന്മാർ യേശുവിൻ്റെ കയ്യിലേക്കും കൊടുക്കുന്നു. 5 അപ്പവും 2 മീനുമേ ഉള്ളൂ.
പക്ഷേ അത് എണ്ണിക്കൊണ്ടിരുന്നാലോ? 4 1 5, 5 2 7, 6 1 7, ഇങ്ങനെ കണക്ക് കൂട്ടി അതിൻ്റെ പലിശയും കാര്യങ്ങളും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാമെന്നല്ലാതെ 7-ൽ നിന്ന് അതൊരിക്കലും 8-ആയി തീരുകയില്ല. അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ അത് വർദ്ധിക്കുമെന്ന് മാത്രമല്ല, അത് ജനത്തെ തൃപ്തരാക്കുമെന്ന് മാത്രമല്ല, അതിനൊരു ശേഷിപ്പുണ്ടാക്കും. കലത്തിലെ അല്പം മാവും കൂടെ ഒരപ്പമുണ്ടാക്കി അമ്മയും മകനും കൂടെ തിന്ന് മരിക്കാനായിട്ട് പ്ലാനിട്ട് അപ്പമുണ്ടാക്കാൻ വിറവിറക്കുന്ന ആ സ്ത്രീയോട് ഒരട എനിക്കുണ്ടാക്കിക്കൊണ്ട് വരണം എന്ന് ഏലിയാവ് പറഞ്ഞത് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവളുടെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞില്ല. വർധനവിൻ്റെ രഹസ്യം കർത്താവിൻ്റെ അനുഗ്രഹത്തിലാണിരിക്കുന്നത്, കർത്താവിൻ്റെ കരങ്ങളിലാണിരിക്കുന്നത്. നിൻ്റെ പിശുക്കുള്ള കരങ്ങളിൽ ആ 7 എണ്ണം ഇങ്ങനെ സൂക്ഷിച്ച് എണ്ണി കൊണ്ടിരുന്നാൽ അതൊരിക്കലും വർദ്ധിക്കുകയില്ല. അത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. അനേകർക്ക് തൃപ്തിയാകും, 12 കൊട്ട മീതിയാകും, അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഈ സംഭവ കഥ നിങ്ങളുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ശക്തമായി വ്യത്യസ്ത തലങ്ങളിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അങ്ങിന്നും മനസ്സലിയുന്നവനാണ്, അങ്ങിന്നും സൗഖ്യമാക്കുന്നവനാണ്, അങ്ങിന്നും രക്ഷിക്കുന്നവനാണ്. മാത്രമല്ല മനുഷ്യൻ്റെ വിശപ്പ് കാണുന്നവനാണ്. അവൻ തളർന്നു പോകും എന്ന് നേരത്തെ അറിയുന്നവനാണ്. അതിനുവേണ്ടി അവന് വേണ്ടുന്നതെല്ലാം അങ്ങ് ചെയ്യുന്നു. അങ്ങ് മനുഷ്യന് വേണ്ടിയുള്ള ആത്മീയ കാര്യം, മാനസിക കാര്യം, ശാരീരിക കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് എൻ്റെ ശ്രോതാക്കൾ ഓടി വരുവാൻ ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.